ടൊയോട്ടയുടെ വണ്ടി എപ്പോഴെങ്കിലും നിങ്ങൾ കംപ്ലൈൻ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടോ? തൃശ്ശൂരാണ് ആന നിർബന്ധ. ഓ പുകമയം മൊത്തം. അടിപൊളി സൂപ്പർ റോഡ്, രണ്ട് ഭാഗത്തും നെൽപ്പാടങ്ങൾ. അപ്പോൾ ഈ വഴി വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല പൊടിയുണ്ട്. കൊയിലാണ്ടി, പ്രത്യേകിച്ച് കൊയിലാണ്ടി എന്ത് പൊടി, ഓ മൈ ഗോഡ്. ചേട്ടാ ഈ സ്ഥലമില്ലാത്ത സ്ഥലത്തൊന്ന് ഓണടിച്ചിട്ടൊന്നും കാര്യം. പോട്ട്. ഹലോ ഗൈസ്, അപ്പോൾ കൊച്ചിൻ ട്രാവൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് സാധാരണ പോകുന്ന പോലെ ഒരു ട്രിപ്പല്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്, അതായത് കണ്ണൂരേക്ക് പോവാണ്. അപ്പോൾ എറണാകുളത്ത് നിന്ന് കണ്ണൂരേക്കാണ് പോകുന്നത്. അപ്പോൾ പോകും വഴി നിങ്ങൾക്ക് മെയിൻ, അതായത് ഇപ്പോഴത്തെ NH വർക്ക് ഉണ്ടല്ലോ, അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എത്രയായി, അതുപോലെ നമ്മൾക്ക് സ്മൂത്തായി ഇപ്പം ഹൈവേയിലൂടെ സഞ്ചരിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തൃശ്ശൂർ, പാലക്കാട്, കോയമ്പത്തൂർ ഹൈവേ ആണ്. എറണാകുളത്ത് നിന്ന് നേരെ ആ ഹൈവേയിലോട്ട് കയറാഞ്ഞത്, അവിടെ പ്രത്യേകിച്ച് വർക്കൊന്നും അത്ര കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാൻ പറയുന്നത് ഗുരുവായൂർ സൈഡിലുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം നമ്മളിപ്പം എറണാകുളത്ത് നിന്ന് ഈ ഹൈവേ വഴി നേരെ തൃശ്ശൂർ എത്തിയിട്ട് അവിടുന്ന് നേരെ മലപ്പുറം പിടിക്കും. അപ്പോൾ അതായത് പൊന്നാനി വഴി. അവിടുന്ന് പിന്നെ നമ്മുടെ ഹൈവേയുടെ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് ഞാൻ ഷെയർ ചെയ്യാം. കാരണം ആ ഭാഗത്താണ് കൂടുതൽ കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഓൾമോസ്റ്റ് വർക്ക് കഴിയാറായിട്ടുള്ളത്. ഞാനപ്പോൾ ഏകദേശം ഇവിടെയും കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഏകദേശം രാവിലെ ഒരു 5:45 എറണാകുളത്ത് നിന്ന്, എറണാകുളം എന്ന് പറയുമ്പോൾ ഏകദേശം കൊച്ചി സൈഡ് എടപ്പള്ളി ഭാഗത്തുനിന്ന് ഞാൻ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം അങ്കമാലി, ആലുവ ഏരിയയിലാണ് ഉള്ളത്. ആ ഒരു റൂട്ടിൽ ഏകദേശം 6:15 കഴിഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, ഞാൻ അതായത് എറണാകുളത്ത് തന്നെ നമ്മുടെ ചേരാനല്ലൂർ, ഗുരുവായൂർ പോകുന്ന ആ വർക്ക് നടക്കുന്ന ഹൈവേയിലോട്ട് പോകാഞ്ഞത്, അവിടെ പ്രത്യേകിച്ച് വർക്കൊന്നും അധികം കംപ്ലീറ്റ് ആയില്ല. അപ്പോൾ അതിലൂടെ പോയാൽ നമ്മൾ നല്ല ടൈം എടുക്കും, ഇപ്പോഴൊന്നും വീട്ടിലെത്താൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ വഴി എത്തിയിട്ട് പിന്നീട് നമ്മുടെ പൊന്നാനി മുതൽ ഹൈവേയുടെ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തായാലും നിങ്ങൾ വരുമ്പോൾ ഈ വഴിയായിരിക്കും വരുന്നത്. ഏകദേശം എല്ലാവരും ഇപ്പോൾ കണ്ണൂരൊക്കെ പോവുകയാണെങ്കിൽ ഈ വഴിയായിരിക്കും എന്തായാലും വരുന്നത്. ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇതിപ്പോൾ 2 ലൈൻ ആണല്ലോ, അതായത് ഒരു 1 സൈഡ് 2 ലൈൻ ആണല്ലോ. അപ്പോൾ അതും 3 ലൈൻ ആക്കാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ പാർട്ടായിട്ടാണ് നേരത്തെ അവിടെയുള്ള വർക്ക് ഉള്ളത്. അപ്പം നല്ല രീതിയിൽ വിശപ്പുണ്ട്. രാവിലെ ഒന്നും കഴിച്ചില്ല ഇറങ്ങുമ്പോൾ. പക്ഷെ 6:40 ആയിട്ടുള്ളൂ. ചിലപ്പോൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാവാം വിശപ്പ്. ഇതിപ്പോൾ എവിടെ എത്തിയേ? എന്തായാലും നല്ലൊരു ഹോട്ടൽ കിട്ടുവാണെങ്കിൽ കഴിക്കായിരുന്നു.
ഹോട്ടൽ ശരവണ. ഓ, ഇവിടെ ഒന്ന് കയറിയതാ. ലാസ്റ്റ് ഒരു കിന്നക്കൊരി ട്രിപ്പ് പോയില്ല, അപ്പം കയറിയതാ. ഒട്ടും കൊള്ളില്ല. വേറെ നല്ല ഹോട്ടൽ നോക്കണം എന്തായാലും. എന്താ സംഭവം? ഇനിയിപ്പം കുറച്ച് തിരക്കൊക്കെ വരാൻ തുടങ്ങി. തിരക്കുണ്ടാവും, കാരണം 6 മണി 7 മണി ആവാറായി. ഈ വഴിയായതുകൊണ്ട് ഇത്രയും തിരക്ക് ഈ സമയത്ത്. ഏതാ KSRTC ബസ് സ്റ്റാൻഡൊക്കെ? പുതുക്കാടോ? ആമ്പല്ലൂർ. ഓ, ആമ്പല്ലൂരാണോ സ്ഥലം? ബ്ലോക്ക് തുടങ്ങിയ. ഇവിടെയും ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്, ആ ഒരു ബ്ലോക്ക് ഉണ്ട്. നല്ല ബ്ലോക്ക്. ഇനിയിപ്പോൾ കുറച്ച് സമയം കഴിയാനുണ്ട്, അപ്പോൾ ഒരു ബ്ലോക്ക് വരാനുണ്ട്. ഞാൻ മാക്സിമം ഒരു 5 മണിക്ക് ഇറങ്ങുകയാണെന്നാണ് വിചാരിച്ചത്, പക്ഷെ അത് നടന്നില്ല. ഏകദേശം 4:30 4:45 എഴുന്നേറ്റു. പക്ഷേ ഈ ലഗേജ് വെക്കാനുണ്ട്, അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. എന്തായാലും കുറച്ച് ദിവസം വീട്ടിലേക്ക് പോകുന്നതാണ്, അപ്പോൾ നമ്മളെ സാധനങ്ങളൊന്നും മറക്കാതിരിക്കണമല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സമയം എടുത്ത് ഏകദേശം 5:45 എല്ലാം സെറ്റാക്കി ഒന്ന് ഇറങ്ങുമ്പോഴേക്കും. 5 മണിക്ക് ഇറങ്ങാൻ നോക്കിയത് 5:45. അല്ലായിരുന്നു നമ്മൾ കുറച്ചുകൂടെ നേരത്തെ അങ്ങ് എത്തിയേനെ. എന്തായാലും വൈകുന്നേരം ഒരു 4 മണിക്ക് മുന്നേ വീട്ടിലെത്തണം, കാരണം 4 മണി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു തിരക്ക് തുടങ്ങും. 5 മണി 6 മണി ആ ഒരു ടൈമിൽ. അപ്പം നമ്മളെ പാലിയക്കര ടോൾ പ്ലാസ എത്തി. ഇവിടെ ഇപ്പം ടോൾ ഇല്ലാത്തതുകൊണ്ട് ഇതിലാണ് പോവാം. അപ്പം നമ്മൾ അടുത്ത് തന്നെ റോഡ് മാറാനായി കേട്ടോ, തൃശ്ശൂരേക്ക്. തൃശ്ശൂർ 9, കോഴിക്കോട് 116. നമ്മൾ തൃശ്ശൂർ ടൗൺ വഴിയാണല്ലോ പോകുന്നത്, അപ്പോൾ ലെഫ്റ്റ് എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം തൃശ്ശൂർ ടൗൺ എത്തി. ഞാനൊരു ഹോട്ടൽ നോക്കി വെച്ചിട്ടുണ്ട്, അതിലേക്കുള്ള ലൊക്കേഷനാണ് ഇട്ടിട്ടുള്ളത്. ചർച്ച്.
തുറന്നിട്ടുണ്ട്. അങ്ങനെ തൃശ്ശൂരെത്തി. നമ്മൾ രാവിലെ ചായയൊക്കെ കുടിച്ചു. തൃശ്ശൂർ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്. ഈ റൗണ്ടല്ല, ഈ ക്ഷേത്രത്തിൽ വടക്കുന്നാഥൻ. അതേപോലെ ഒരുപാട് ട്രിപ്പ് നമ്മൾ പോകുമ്പോഴും ഇതുവഴി പോയിട്ടുള്ളത്. ഇവിടെയൊക്കെ റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പോയിട്ടുള്ളത്. ഈ മാപ്പില്ലെങ്കിൽ നമ്മൾ ഈ റൗണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. കാരണം ഈ റൗണ്ടിന്ന് എവിടേക്കാണ് തിരിയേണ്ടത് മനസ്സിലാവില്ല. ഇപ്പം മാപ്പുള്ളതുകൊണ്ട് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുന്നത് മനസ്സിലാവും. മാപ്പില്ലെങ്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. തൃശ്ശൂരാണ് ആന നിർബന്ധം. നമ്മൾ എവിടെയെങ്കിലും ആയിട്ട് ആനയെ കണ്ടിരിക്കും. നേരെയാണെന്ന് വിശ്വസിക്കാം. ഷൊർണൂർ ഇടത്തോട്ട് നമുക്ക് നേരെ പോവാം. ആ ബോർഡ് നോക്കി അങ്ങ് പോയാൽ മതിയായിരുന്നു. രാവിലെ തന്നെ നല്ല തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. റോഡൊക്കെ നന്നാക്കിയെന്ന് തോന്നുന്നു. ഞാൻ പണ്ട്, അതായത് ഒരു 3-4 മാസം മുന്നൊക്കെ വരുമ്പോഴേ ഇതിൻ്റെ വർക്ക് നടക്കുന്നേ ഉള്ളൂ. ഇവിടെ വർക്കൊന്നും കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഒരു ഭാഗത്ത് മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇത് തൃശ്ശൂർ കുന്നംകുളം റോഡാണെന്ന് തോന്നുന്നു. അത് തന്നെ തോന്നുന്നു. കാരണം ഒരുപാട് വാർത്തകൾ നിറഞ്ഞിരുന്ന റോഡായിരുന്നു. ഓ കരി. ഓ പുകമയം മൊത്തം. ഇവരേതൊക്കെ വഴിയാണ് എടുത്തുകൊണ്ട് പോകുന്നത്?
നമ്മളങ്ങനെ തൃശ്ശൂരിൽ നിന്ന് ഇപ്പം പൊന്നാനിയിലേക്ക് പോകുന്ന റോഡിലാണ് ഉള്ളത്. ചീറനല്ലോ ഇതേ സ്ഥലം. പാലം അടിപൊളിയാണല്ലോ. ഇതേത് റോഡ്? പുതിയതായിട്ട് ചെയ്ത ഉറക്കാൻ തോന്നും. നല്ല രസമുണ്ട്. അടിപൊളി സൂപ്പർ റോഡ്. രണ്ട് ഭാഗത്തും നെൽപ്പാടങ്ങൾ, അതുപോലെ നടക്കാൻ വേണ്ടി നല്ല ഫുട്പാത്ത് ഉണ്ട്. ചെമ്മന്തട്ട ഓക്കെ. നമ്മളിപ്പോൾ ഏകദേശം കുറ്റിപ്പുറത്തേക്ക് എത്താറായിട്ടുണ്ട്. ചങ്ങരകുളം കഴിഞ്ഞ് കുറ്റിപ്പുറത്തേക്കുള്ള യാത്രയിലാണ്. കുറ്റിപ്പുറത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെയിൻ ഹൈവേ ആയി. അപ്പം അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എവിടെ എത്തിയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കുറ്റിപ്പുറം പാലം എത്തി. ഇനിയിപ്പോൾ നമ്മൾ നേരെ നാഷണൽ ഹൈവേയിലേക്ക് കയറും. ഇത് പഴയ പാലം കുറ്റിപ്പുറം, ലെഫ്റ്റിലുള്ളതാണെന്ന് തോന്നുന്നു പുതിയ പാലം. ഓക്കെ, ഇതുവഴിയായിരിക്കാം ഹൈവേയിലേക്ക് കയറേണ്ടത് തോന്നുന്നു. ഇതുവഴി ഇങ്ങോട്ടും വരുന്നുണ്ടല്ലോ. ചിലപ്പോൾ സർവീസ് റോഡാണോ, ഒരു പിടിയില്ലല്ലോ. ഇങ്ങോട്ട് പോകുന്നുണ്ട്, അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് ഓക്കെ. ഇത് അപ്പോൾ സർവീസ് റോഡ് തന്നെ. ഓക്കെ, ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് ഇനി ഹൈവേയിലോട്ട് കയറണം. അപ്പം അങ്ങനെ നമ്മൾ ഹൈവേയിലോട്ട് കയറാൻ പോകുന്നു. ഈ ഭാഗത്ത് വലിയ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടൊന്നും ഇല്ല. നടക്കുന്നു അത്ര. ഇപ്പം നമ്മൾ മലപ്പുറം ജില്ല കയറി. ഇപ്പോൾ കുറ്റിപ്പുറം ഭാഗത്ത് വർക്ക് ഏകദേശം പകുതി ഉണ്ടത്ര. ഇനി ഒരുപാട് നടക്കാനുണ്ട്. കാരണം ഇതുവഴിയാണ് റോഡ് വരേണ്ടത്. ഇപ്പോൾ സമയമെടുക്കും. എന്താ താഴേക്കാണോ? മനസ്സിലാവുന്നില്ലല്ലോ. ഓ ഓക്കെ, എങ്ങനെ സർവീസ് റോഡ് മുകളിൽ വഴി, ഇത് താഴെ. ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞു കേട്ടോ. കുറച്ച് സ്ഥലത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ആണ് വർക്ക് ഉള്ളത്, കഴിയാത്ത.
മലപ്പുറം ഏകദേശം മൊത്തം ഹൈവേ കംപ്ലീറ്റ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും. കാരണം മലപ്പുറമാണ് കുറച്ച് ദൂരം കൂടുതലുള്ളത്. ഇവിടെ 80 ആണ് കാറിൻ്റെ ഒക്കെ ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ 80-ലൊന്നല്ല എല്ലാവരും പോകുന്നത്. ഞാൻ വൈസർ വെക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിൻഡ് ഉണ്ട്. നേരത്തെയൊക്കെ നമ്മൾ പോകുമ്പോൾ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ഒന്ന് കഴിഞ്ഞ് കിട്ടാനാണ് സമയമെടുക്കുക. കാരണം മലബാർ ഏരിയയിലൊക്കെ ചെറിയ റോഡുകളായിരുന്നു, ഹൈവേ ഒക്കെ. ഇപ്പം എല്ലാം അങ്ങനെ മാറി മാറി വരുന്നു. ഇതാണോ വട്ടപ്പാറ റോഡ്? ഈ കാണുന്നത് ഓവർടേക്കിംഗ് ലൈനാണ്. പക്ഷെ അയാളാണെങ്കിൽ ആ ലൈനിലൂടെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുക. അയാൾ ആ ലൈനിൽ മാറുന്നേ ഇല്ല. ആകെ അത്രയും സ്പീഡിലാണ് പോകുന്നത്. എന്നിട്ട് ഓവർടേക്കിംഗ് ലൈനിൽ പോയിക്കൊണ്ടേയിരിക്കുന്നു. കണ്ടോ കണ്ടോ, ഹോൺ അടിച്ചപ്പോഴാണ് ഇപ്പോഴാണ് മാറിയത്.
ഇപ്പോൾ എവിടെയാണ് എത്തിയത് എന്നറിയില്ല. ഇവിടെ വർക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ ഏകദേശം 3/4 മണിക്കൂർ മലപ്പുറം ഓടി. ഇതേതാ ചെമ്മാട്. ഇവിടെ മാത്രമേ ഉള്ളൂ, ഇങ്ങോട്ട് കഴിയും തോന്നുന്നു. ഇപ്പോൾ എവിടെയാണ് എത്തിയത് എന്നൊരു പിടിയുമില്ല. കുറേ മലപ്പുറത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇനി കോഴിക്കോട് എത്തിയോ അതോ ഒരു പിടിയുമില്ല. കണ്ണൂരേക്ക് 100 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. കണ്ണൂരേക്ക് 100 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കാണണമെങ്കിൽ ഏകദേശം കോഴിക്കോട് അടുത്ത് എത്താനായി എന്നല്ലേ. ഫറൂഖ് ഒക്കെ എത്തി. അപ്പം കോഴിക്കോട് എത്തി. എത്ര പെട്ടെന്നാണ് മലപ്പുറം കഴിഞ്ഞ്. സർവീസ് റോഡ് കാണുന്നുണ്ട്, അവിടെ എന്തായാലും റെസ്റ്റ് എടുക്കാം. നമ്മളങ്ങനെ കോഴിക്കോട് എത്തി. ഏകദേശം ഞാനിപ്പോൾ ഹൈലൈറ്റ് മാളിൻ്റെ അടുത്തുള്ളത്. അപ്പോൾ അടുത്ത് നമുക്കൊരു പെട്രോൾ പമ്പ് നോക്കണം. ഇരുന്നൂറ്. നമ്മളിപ്പോൾ ഏകദേശം കോഴിക്കോട് ടൗണൊക്കെ കഴിഞ്ഞ് ചേമഞ്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ വർക്ക് ഇനിയും കംപ്ലീറ്റ് ആകാനുണ്ട്. ഉണ്ടോ, ഈ ഫ്ലൈ ഓവറിൻ്റെ വർക്കൊന്നും കഴിഞ്ഞില്ല. ഇവിടെ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്.
ഇപ്പം മലപ്പുറം മാത്രമേ ഏകദേശം ഫുൾ കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. കണ്ണൂർ ഓക്കെ. അപ്പം അതുവഴി ആയിട്ടില്ല. ചേടാ ഈ MVDൻ്റെ വണ്ടി നല്ല സ്ലോ ആണല്ലോ. ഇതൊന്ന് പോയിട്ടാണ് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്തായാലും സൈഡ് ആക്കുന്നുണ്ട്, അപ്പോൾ നമുക്ക് മെല്ലെ പോവാം. ഇവിടെ മൊത്തം പോലീസ് MVD ആണല്ലോ. ഇപ്പോഴും റോഡ് പണി ഇവിടെ ഒന്നും തുടങ്ങിയിട്ടില്ല എന്നല്ല, പണി കഴിഞ്ഞില്ല. സർവീസ് റോഡ് നല്ല ചെളിയും പൊടിയോ. അപ്പോൾ ഈ വഴി വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല പൊടിയുണ്ട്. പ്രത്യേകിച്ച് കൊയിലാണ്ടി എത്തുന്ന വഴി വേറെ ഏതെങ്കിലും റൂട്ടുണ്ടെങ്കിൽ അത് പിടിക്കുക. പൊടി എന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര പൊടിയാണ്. വടകര കോഴിക്കോട്. ഇവിടെ ഏകദേശം റോഡൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഫ്ലൈ ഓവറാണ് കംപ്ലീറ്റ് ആകാത്തത്. നല്ല ചളിയുണ്ട് ഇവിടെ. നല്ല ചളിയാണ്, നല്ല പൊടിയാണ്. എൻ്റെ മോനെ ഇതെന്ത് പൊടി! ഓ മൈ ഗോഡ്. ഒടുക്കത്തെ പൊടി. KSRTC പുതിയ KSRTC. അപ്പോൾ കൊയിലാണ്ടി കഴിഞ്ഞ ശേഷം അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടത് കൊയിലാണ്ടിയാണ്. ഇനിയിപ്പം വടകര എത്തുമ്പോഴുള്ള കാര്യം അറിയില്ല. ഇവിടെയും അത്യാവശ്യം
പുറകിൽ ബസ്സുണ്ടല്ലോ. ചേട്ടാ ഈ സ്ഥലമില്ലാത്ത സ്ഥലത്തൊന്ന് ഓണടിച്ചിട്ട് കാര്യം. പോട്ട്. അതിൻ്റെ പൊടി. മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്, ചളിയൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട് കുറേ സ്ഥലത്ത്. ഇന്നോവയൊക്കെ ആദ്യമായിട്ട് ഇതിന് കൊണ്ടുപോകുന്നതാണ്. ടൊയോറ്റയുടെ വണ്ടി എപ്പോഴെങ്കിലും നിങ്ങൾ കംപ്ലൈൻ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതാ ആദ്യമായിട്ട് ഇന്നോവയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ്. ബസ് പിന്നെയും വന്നു തുടങ്ങിയിട്ടുണ്ട് കുറേ. നമ്മളിപ്പോൾ ഏകദേശം വടകരക്കടക്ക് എത്താനായി. ഇത് വാഗാടിൻ്റെ പാർട്ടാണ്, ഹൈവേ വർക്ക്. ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് വലിയ പുരോഗതിയൊന്നും ഇല്ല. മലബാർ ഏരിയയിൽ ഏറ്റവും കുറവ് വർക്ക് നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു ഹൈവേയുടെ. ഇപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക, വടകര കടന്നു കിട്ടാൻ നല്ല പണിയാണ്. വിചാരിച്ചു ഇനിയിപ്പോൾ പെട്ടെന്ന് കണ്ണൂരേക്ക് എത്തുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ വർക്കൊന്നും അധികം നടന്നില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല ഹൈവേ. അപ്പോൾ നല്ല സ്ലോ ആണ്, ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. ചുമ്മാ അങ്ങ് കയറി നോക്കുന്നു. ഓ എൻ്റെ മോനെ വയ്യ, ഒടുക്കത്തെ പൊടിയും ബ്ലോക്കും. എറണാകുളത്ത് നിന്ന് കോഴിക്കോട് വരാനുള്ള സുഖമുള്ള യാത്രയായിരുന്നു. അത് കഴിഞ്ഞ ശേഷം തുടങ്ങി. അമ്മേ, അവസാനം ബൈപ്പാസ് എത്തി.
കണ്ണൂർ 34. നമ്മളങ്ങനെ ഏകദേശം മാഹി ബൈപ്പാസ് കഴിയാനായി എന്ന് തോന്നുന്നു. 12 മണിയായി. പക്ഷെ നല്ല വിശപ്പുണ്ട്. ഇപ്പോൾ ഞാനൊരു 7 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ അതായിരിക്കാം. അപ്പോൾ കണ്ണൂർ എത്തിയിട്ട് നല്ല ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. തോട്ടട വഴി പോകാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും കണ്ണൂരേക്ക് അതുവഴി ഇടാം. കണ്ണൂർ ടൗണിലാണ് ഞാൻ നോക്കിയൊരു നല്ല ഹോട്ടലുള്ളത്. അപ്പോൾ തോട്ടട വഴി അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഗേറ്റ് അടച്ചല്ലോ. അങ്ങനെ നമ്മളിപ്പോൾ കണ്ണൂരാണുള്ളത്. നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കണ്ണൂരിൻ്റെ കാര്യം ഞാൻ അധികം പറയാത്തത്, കണ്ണൂരിൽ ഓൾറെഡി വർക്കൊന്നും അത്ര കംപ്ലീറ്റഡ് അല്ല, പ്രത്യേകിച്ച് കണ്ണൂർ ബൈപ്പാസ്. അതുകൊണ്ടാണ് ഞാൻ ആ വഴി വരാതിരുന്നത്. ബൈപ്പാസിൻ്റെ വർക്കൊക്കെ ഓൾമോസ്റ്റ് പകുതി പോലും ആയിട്ടില്ല. ഇതൊക്കെ എന്ന് കംപ്ലീറ്റ് ആവുമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ നമ്മൾ നേരെ കയറാൻ പോകുന്നത് വളവട്ടനാണ്. അതായത് കണ്ണൂർ ടൗണ് ഞാൻ കയറിയിട്ടാണ് വന്നത്. ഞാൻ ഫുഡ് കഴിച്ച കണ്ണൂർ ടൗണിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു റോഡ് വഴിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി ഇത് നേരെ വളവട്ടണം എത്തും. അങ്ങനെയാണ്. കണ്ണൂരിൻ്റെ വർക്ക് കാണാൻ കണ്ണൂർ ബൈപ്പാസ് പോകണം. കണ്ണൂർ ബൈപ്പാസ് കംപ്ലീറ്റ് ആയ കണ്ണൂർ മെയിൻ ടൗണിലെ ഏകദേശം എല്ലാം സെറ്റായി. ഓ, പെൻസ് റെട്രോ മോഡ് 300 ST. അങ്ങനെ വളവട്ടണം പാലം. ഓ, അവിടെ വർക്ക് ഓൾമോസ്റ്റ് പാലത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടോ. ബൈപ്പാസ് അതുവഴിയാണ് പോകുന്നത്. ഇവിടുന്ന് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പോൾ വളവട്ടം നമ്മളിപ്പോൾ ഹൈവേയിൽ നിന്ന് മാറി ഇനിയിപ്പം എൻ്റെ നാട്ടിലേക്കുള്ള വഴിയിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നത് മുതലുള്ള കാര്യം നമുക്കൊന്നുകൂടെ റിവൈൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ പാലക്കാട് ഹൈവേ ആണ് വഴിയാണ് ആദ്യം വന്നത്.
അപ്പം അതുവരെ സ്മൂത്തായിരുന്നു. അത് സ്മൂത്ത് തന്നെ. അതുപോലെ നമ്മൾ തൃശ്ശൂർ വന്നതും സ്മൂത്തായിരുന്നു. തൃശ്ശൂർ ടൗണിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കുന്നംകുളം വഴി പിന്നെ നമ്മൾ നേരെ കുറ്റിപ്പുറത്തേക്കാണ് വന്നത്. അതുവരെയുള്ള റോഡൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ കുറ്റിപ്പുറത്തുനിന്ന് ഹൈവേ സ്റ്റാർട്ട് ചെയ്തു, NH സ്റ്റാർട്ട് ചെയ്തു. അതായത് മലപ്പുറം മുതൽ കോഴിക്കോട് ബൈപ്പാസ് വരെ അടിപൊളി വഴിയാണ്. പെട്ടെന്ന് നമുക്ക് സ്മൂത്തായി പോവാം. അത് കഴിഞ്ഞ് പിന്നെ ആ വഴി പോകാതിരിക്കുന്നത് നല്ലത്. പ്രത്യേകിച്ച് ഈ കൊയിലാണ്ടി അതുപോലെ വടകര മാക്സിമം സ്കിപ്പ് ചെയ്യാൻ പറ്റും. സ്കിപ്പ് ചെയ്യുക, വേറെ വഴി ഉണ്ടെന്ന് നോക്കുക. അത് നടക്കില്ല. പിന്നെ ആ ഒരു ഇത് കഴിഞ്ഞാൽ നേരെ മാഹി ബൈപ്പാസ് കഴിയുമ്പോഴേക്കും കണ്ണൂർ ടൗൺ ഏകദേശം എത്താറാവും. പിന്നെ കണ്ണൂർ ബൈപ്പാസ് അതിൻ്റെ വർക്ക് കംപ്ലീറ്റഡ് അല്ല. അപ്പം ഇന്ന് ഇതുവരെ ഇത്രയാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ്. അപ്പോൾ പുതിയൊരു വ്ളോഗായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.